നമ്മുടെ ഭാര്യനെ പറ്റിയുള്ള സങ്കല്പങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഭാര്യ, രാവിലെ കുളിച്ച് ഈറിനെടുത്ത് ചായയുമായി വരുന്ന ഭാര്യ, അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഈറിനണിഞ്ഞ് എനിക്ക് വന്നൊരു ഉമ്മാനം. ഈ ഉമ്മ ഞാൻ ചായയാണ്. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. അതാണ് മോനെ, ഉമ്മക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ജീവിതത്തില്. എന്നിട്ട് എനിക്ക് ഒരെണ്ണം പോലും തരാറില്ലല്ലോ. ഞാൻ പോകട്ടെ. ആയിക്കോട്ടെ. അല്ല, ഇതൊക്കെ അങ്ങോട്ട് കിട്ടുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ രാവിലെ തന്നെ മറ്റേ ഈറിനെ കൊടുത്ത് എന്റെ അടുത്ത് വന്നിരിക്കുന്നു, എനിക്ക് ചായ കൊണ്ടിരുന്നു, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കെട്ടിയത്. അന്ന് ചായ കൊണ്ടുവരാറില്ലേ? കുലസ്ത്രീ. പക്ഷെ എന്റെ കുലസ്ത്രീ അങ്ങനെ കുളിച്ച് ഈറിനെടുത്ത് രാവിലെയോ കുളിക്കേ? പ്രോമി രാവിലെ 5 മണിക്ക് എഴുന്നിട്ട് കുളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും കുളിച്ചിരിക്കും. പക്ഷെ മറ്റേതിൽ അങ്ങനെ ആണുങ്ങൾ കുളിക്കില്ല, പുരുഷന്മാർ കുളിക്കണായിട്ട് പറയണില്ല. നമ്മുടെ പഴയ ഇതില് ചരിത്രത്തില് ചരിത്രത്തില് കുളിയുടെ അല്ല, ആണുങ്ങൾ കുളിക്കണ പെണ്ണുങ്ങൾ കുളിയാണുള്ളത്. സോ ഞാൻ അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളൂ. അല്ല, അപ്പൊ ചരിത്രത്തില്, പഴയകാല ചരിത്രത്തില് ആണുങ്ങള് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പും വില്ലൊക്കെ എടുത്ത് കാട്ടിന്റെ ഉള്ളിൽ പോയി എല്ലാ വേട്ടയാടി കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ ഇവിടെ നിയമലംഘനമായി പോകും. അന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാതെ ഇവിടെ തോക്കെടുക്കാൻ പാടില്ല, ഇല്ലീഗലായി പോയില്ലേ? വേട്ടയാട് വിളയാട്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടോ, ഞാൻ പറയട്ടെ. നമ്മള് സവോള ആദ്യം വഴറ്റാൻ വെച്ചു, അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അത് അരച്ചതല്ല, ചതച്ചു കൊടുത്തതാണ്. അരക്കണമെങ്കിൽ അരക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അരക്കണമെങ്കിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. എനിക്കൊരു അപേക്ഷയുണ്ട്. പറഞ്ഞോ. എന്തെങ്കിലും ഒരു സാധനം ഇടാൻ എന്നെ വിളിക്കണം കേട്ടോ. പിന്നെന്താ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലാത്ത സാധനം എന്താ? കറക്റ്റ്. ഇളക്കാൻ. അതല്ല, ഇളക്കാൻ ഞാൻ പണ്ടേ മോശ. സവാള ഇളക്കാൻ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണോ? അതാണല്ലോ 2 ചോപ്പ് എടുത്തിരിക്കുന്നത്. അതല്ലാതെ പച്ചക്കറികളിൽ അങ്ങനെ എന്തെങ്കിലും കൃഷിയൊന്നും? കൃഷിയിൽ ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരാണ്. അപ്പച്ചൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെ അതെ 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 കൃഷിയിൽ പ്രോംപ്റ്റ് വലിയ താല്പര്യമൊന്നുമില്ല. എന്നോടെല്ലാം നട്ടോ അത് ചെയ്തോ എന്ന് പറയും. ഞാനൊരു കൃഷി ചെയ്ത് എനിക്ക് ആകെ വിഷമായി പോയി, അതുകൊണ്ട് ഞാൻ അതോടെ കൃഷി നിർത്തി. ഞാൻ വാഴ വെച്ചു. ഞാൻ കാര്യമായിട്ട് പറയണ, ഞാൻ എൻ്റെ ഒരു പറമ്പില് നിറച്ച് വാഴ വെച്ചു. ആ വാഴനെ ഞാൻ പോറ്റി വളർത്തി, വെള്ളമൊഴിച്ചു, അതിന് വളമിട്ടു. ആ വാഴ വളർന്നു വന്നു. വാഴ വളർന്നു വലുതായി അത് കുലച്ചു. ആ കുലകൾ കണ്ട് എന്റെ മനസ്സ് ആനന്ദിച്ചു. പക്ഷേ ആ കൊല വെട്ടി കടയിൽ കൊണ്ടുകൊടുത്തപ്പോ കിലോയ്ക്ക് 10 രൂപ കിട്ടി. തകർന്നു പോയി. ട്രാജിക് സ്റ്റോറി, വെരി ട്രാജിക്. അതിനുശേഷം ഞാനൊരു കർഷകന്റെ വേഷം അണിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് കൃഷിയും വേറൊരു പിന്നെ ഞാൻ എന്റെ കൃഷി മാറ്റി. അതുകൊണ്ട് ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടില്, അതായത് അച്ചിങ്ങ, തക്കാളി, ചീര, വഴുതനങ്ങ. ഈ വീട്ടിൽ അതൊക്കെ ഉണ്ടോ? ഞങ്ങള് ഇതിലേക്കൊന്നും അങ്ങനെ ഇറങ്ങി നിതേനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇതൊക്കെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണതാണ് ഇഷ്ടം. സോ ഞങ്ങള് അങ്ങോട്ട് പോവാറ്. ഇവരപ്പോ എന്ത് കാര്യത്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വീട്ടില്? ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം റെഡി വാ എന്ന് പറഞ്ഞ ഓടി വരും. എന്ത് ഹെൽപ്പാ? ഇവരെ ഏറ്റവും അധികം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്നത് താറാവറി അല്ലാതെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കണതോ? ഇവരുടെ 3 പേരുടെ ഫേവറേറ്റ്. 3 പേരുടെയും പല പല ഫേവറേറ്റ്സ് ആണ്. എന്നാലും കോമൺ ആയിട്ടൊരു ഫേവറേറ്റ് എന്ന് പറയുമ്പോ മീൻ വറുത്തത്, പിന്നെ ചിക്കൻ വറുത്തത്. ചേച്ചി ഇല്ലാത്തൊരു സെനറി ഉണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഇവിടെ സഹായിക്കാനും ആരുമില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇവരെങ്ങനെ ജീവിക്കും? ഒറ്റയ്ക്ക് ഉണ്ടാക്കും. മുട്ട പൊരിക്കും. ഞങ്ങള് വെള്ളം വെച്ച് അരി ഇട്ട് വെച്ചാൽ പോലെ. അല്ല, അതല്ല ഞാൻ ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഞാൻ വീട് എടുക്കാന്ന് പറഞ്ഞേ
അവൻ ഇതിന്റെ ഇടയിൽ കൂടെ ഓണത്തിന്റെ ഇടയ്ക്ക് കൂട്ടിച്ചോളാം. ഇവനിപ്പോ ഹോസ്റ്റലിൽ മാറണം. മാറ്റാടാ ഇപ്പൊ. അതെ, അവന് കുക്കിംഗ് പഠിക്കാനെങ്കിലും അവൻ വീട് മാറട്ടെ. ഇതൊക്കെ എന്റെ തലയിലാവും. നമ്മൾ സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, വേപ്പില ഇട്ടു, ഇത്തരം സംഭവങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വഴറ്റി റെഡിയായി പാകത്തിന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഉറുമ്പ് പൊടി എഴുന്നേപ്പിച്ച് വിടും കേട്ടോ. അപ്പൊ മാനിച്ചിറക്കി വിടുന്നു. ഞാൻ ഇടാം. കൊടുക്ക്. ആ, അപ്പൊ നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോകും. അതല്ല, അവിടെ എന്തെങ്കിലും ഇടാൻ കൊടുക്ക്. വേണ്ടോണ്ട് ആക്കി ഇട്ടോട്ടെ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോ. ശരിയാ, കഴിക്കണ്ട കണക്കും. ഇത് അങ്ങനെ ഭയങ്കര 1 സ്പൂൺ 1.5 സ്പൂൺ അങ്ങനെ കണക്ക് പറയാൻ എനിക്ക് അറിയില്ല. കാരണം എനിക്കെല്ലാം കൈക്കണക്കാണ്. ഓക്കെ, നമ്മൾ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു പരിചയമാണുള്ളത്. ഞങ്ങൾക്കെല്ലാം വായു കണക്കാണ്. വായു എഴുതി കൂട്ടും. നിനക്ക് കൈ കണക്ക്, ഞങ്ങക്ക് വായു കണക്കല്ലടാ. നിനക്ക് വായു കണക്കില്ലേ? അതെ. ഈ കടയിലൊക്കെ എപ്പോഴും കാൽക്കുലേറ്ററിലാണ് കണക്ക് കൂട്ടുക. പിന്നെ ഞാനെല്ലാം വായുവില കൂട്ടണേ. എന്നിട്ട് മാറ്റലേ 68 38 എത്ര പെട്ടെന്ന് 3 6 24 8 കിടന്ന്. ഓക്കെ, അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമ്മള് കുരുമുളക് പൊടി ഇട്ടു. മണം കിട്ടി തുടങ്ങി. മണമൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പറയും. കുരുമുളക് ഞാൻ പ്രൊമോച്ചേട്ടനോട് എടുക്കട്ടെ. വേദിയിലേക്ക് വൈബ് തന്തി ഇപ്പൊ യൂട്യൂബ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി. അതില് കുരുമുളക് ഇടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വേണ്ട ബാറു മുഴുവൻ വാരിക്കോരി ഇടരുത് കേട്ടാ. ഇത്ര ഇട്ടാ മതിയേ. കുരുമുളക് എങ്ങനെ ഇടണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ വിതറി ഇടണം കേട്ടോ. മുഴുവൻ പുറത്ത് പോകും. ഇങ്ങനെ വിതറി ഇട്ടിട്ട് തിരിച്ച് ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കുക. കുറച്ചും കൂടി ഇടട്ടെ. ഒന്ന് ഇതേടെ വക. അപ്പോൾ കുരുമുളക് ഇട്ടു. ഇനി നമ്മള് ഗരം മസാല. ഇത് ഇവിടെ തന്നെ പിടിച്ചത്. ഗരം മസാല അങ്ങനെ ഒരു മസാല ഉണ്ടോ? മസാല അത് ഇവിടെ ഗരം മസാല. ഇനി താറാവ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഗരം മസാല നമ്മൾ ഇടും. ഗരം മസാലയ്ക്ക് അകത്ത് പെരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച്, ഞാൻ പെരിഞ്ജീരകം കുറച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണേ, പൊടിച്ചത്. അപ്പൊ ഈ പൊടികളൊക്കെ നമ്മൾ ഇട്ടു. ഇത് മൊത്തം നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കും. അല്ല, നമ്മൾ ഈ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ പൊടി ഇട്ട് നമ്മളെ ഒരുപാട് സമയം തീ കൂട്ടിയിട്ട് ഇളകി കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും. മനസ്സ് വേണ്ട. ഒരു 2 കൈ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് കെയറിങ് ഹസ്ബൻഡ്.